പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായ അതിക്രമത്തിൽ മറുപടി നൽകുകയാണ് തത്സമയം. This kind of incident broadly can be dealt in two manners. This incident is clearly a grave contempt of this House, and this House has had the liberty to deal this issue as per the Constitution and the rules of the procedure and the conduct of the business. From the point of view of the violation of other laws, appropriate agencies will be dealing with this incident. As the Speaker, laws appropriate agencies will be dealing with the issues. This incident as per the law of the land. On this, Speaker has already written letter to the Home Secretary for the high-level inquiry, sir. Inquiry has already been initiated, sir. Already inquiry शुरू हो चुका है, सर. ऐसे इंसिडेंट जो पहले भी जब हुआ था, जो कुछ भी सिस्टम इसमें इंक्वायरी करने के लिए उस टाइम के स्पीकर जो कुछ भी कार्रवाई किया था, उसी तरह आज का स्पीकर भी बहुत संवेदनशील थे. माननीय स्पीकर ने आदेश दिया है और सरकार भी इसमें बहुत ही संवेदनशील है. इसलिए मैं निवेदन करता हूं तो कृपया कार्रवाई आगे बढ़ाने के लिए मैं उन लोगों से अपेक्षा करता हूं कार्रवाई आगे बढ़ाने के लिए सब लोग बहुत चर्चा में भाग लेने के लिए भी बैठे हुए हैं. बहुत महत्वपूर्ण बिल है. ये विनती करते हुए हाउएवर सर मैं एक और चीज़ ऐड करना चाहता हूं. आई एम सॉरी टू से दैट it has become the habit of some members to politicize all the issues. I once again request them not to politicize the issue, sir. And one more resolution I would like to bring before this House, sir. Sir, with your permission, I move the following: that this House, having taken the serious note of the misconduct of Sri T.N. Pratapan, Sri Hibi Hidden, Sushri Jyotimani, Kumari Ramya Haridas, and Sri Dean Kuriakos, in utter disregard to the House and the authority of the Chair, and having been named by the Chair, resolved that above mentioned members to be suspended from the service of the House for the remainder session under Rule 374(2). Thank you, sir. The question is that the motion moved by Honorable Minister be adopted. Those in favor may say aye. Aye. Those against may say no. I think the ayes have it. The ayes have it. The motion is adopted. सभा की कार्रवाई 3 बजे तक के लिए स्थगित की जाती है. പാർലമെന്ററി കാര്യമന്ത്രി വിശദീകരണം നൽകുകയായിരുന്നു. പ്രഹ്ലാദ് ജോഷി കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അന്വേഷണം ആരംഭിച്ചു എന്നാണ് കേന്ദ്രമന്ത്രി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ ലോക്സഭയിൽ അറിയിച്ചിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് പ്രതിപക്ഷത്തെ ചിലരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ 3 മണിവരെ സഭ നിർത്തിവെച്ചു. അതുമാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കൂടി വരികയാണ്. രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, ടി.എൻ. പ്രതാപൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, ടി.എൻ. പ്രതാപൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിഷ്ണു, കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് എന്തിനാണ് സസ്പെൻഷൻ? പാർലമെന്റിൽ ലോക്സഭയിലെ പ്രതിഷേധങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് 5 എംപിമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, ടി.എൻ. പ്രതാപൻ, അതോടൊപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള 4 എംപിമാർ ഉൾപ്പെടെയുള്ള 5 പേർക്കാണ് സസ്പെൻഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എംപി ആയിട്ടുള്ള ഡെറിക് ഒബ്രൈനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ലോക്സഭയിലും സമാനമായ
സാഹചര്യമാണുള്ളത്. പ്രധാനമന്ത്രി സഭയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാ അംഗങ്ങളും പ്രതിഷേധിച്ചത്. എന്നാൽ ഈ 5 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതായി ഇപ്പോൾ സ്പീക്കർ അറിയിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതലുണ്ടായത്. രാജ്യസഭ 2:30 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ ഡെറിക് ഒബ്രൈൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും സഭയിലുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടാണ് രാജ്യസഭാ അധ്യക്ഷനും കൂടിയായ ഉപരാഷ്ട്രപതി സഭാ നടപടികൾ അരമണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചത്. ലോക്സഭയിലും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. അതേ തുടർന്ന് തന്നെ ഈ അംഗങ്ങളെ ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. 5 പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കേരളത്തിൽ നിന്നുള്ള 3 എംപിമാരെ കൂടാതെ മറ്റ് 2 പേർ ആരൊക്കെയാണ് വിഷ്ണു? 3 അല്ല 4 എംപിമാരുണ്ട് കേരളത്തിൽ നിന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, TN പ്രതാപൻ, ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ്, ഈ 4 പേരാണ് കേരളത്തിൽ നിന്നുള്ളത്. 5 എംപിമാർക്കാണ് ആകെ സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളത്. ഒരാൾ കേരളത്തിന് പുറത്തുള്ള MP ആണ്. എന്തായാലും നിലവിലെ ഈ ഒരു വലിയ പ്രതിഷേധങ്ങളെല്ലാം രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. 5 കോൺഗ്രസ് എംപിമാരുടെ സസ്പെൻഷനിലാണ് ഇപ്പോൾ ഇത് എത്തി നിൽക്കുന്നത്. എന്തായാലും 3 മണി വരെ ജ്യോതിമണി കൂടിയാണ്, 5ാമത്തെ MP ജ്യോതിമണിയാണ്. ഈ 5 പേർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സസ്പെൻഷന് പിന്നാലെ ഇനിയിപ്പോൾ സഭ നടപടികൾ പുനരാരംഭിച്ചാൽ പോലും വലിയ പ്രതിഷേധം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സഭയിൽ ഉണ്ടാവുക എന്നത് ഇപ്പോൾ തീർച്ചയായിരിക്കുന്നു. ജ്യോതിമണി, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, TN പ്രതാപൻ എന്നിങ്ങനെയുള്ള 5 എംപിമാരെ ഇപ്പോൾ സഭയിലെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ ഡെറിക് ഒബ്രൈനെ രാജ്യസഭയിലും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഒരു സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. പ്രധാനമന്ത്രി സഭയിൽ വരണമെന്നും പാർലമെന്റിന്റെ ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ ഈ 2 ആവശ്യങ്ങളോടും മുഖം തിരിച്ച നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പറയാനുള്ളതെല്ലാം സ്പീക്കർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഈ ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇന്ന് രാവിലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ മറുപടി നൽകാതെ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ മറുപടി പറഞ്ഞേ മതിയാകൂ കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യം ഉയർത്തിയത്. തുടരൂ.